ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ശാസ്താനട പോവാണ്. ശാസ്താനട എന്ന് പറയുമ്പം ഒരു കാടായിട്ടുള്ള സ്ഥലമാണ്. അവിടെ നമുക്കൊരു വീടുണ്ട്. നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാൻ പോകണം. കാടാണ്, നല്ല കാടാണ്. ട്രിവാൻഡ്രം ജില്ലയിലാണ്. നമ്മൾ പോവാണ്. മാമയുണ്ട്, പപ്പു, ഞാൻ, മുത്തശ്ശി, അച്ഛൻ, അമ്മ. അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇതാണ് ഇലവ് പാലം. പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഇരുമ്പ് പാലം ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് പുതിയതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അടുത്തത് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ സസ്യശേഖരം ഉള്ള ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ പറഞ്ഞുതരാം. ഇതാണ് ജവഹർലാൽ നെഹ്റു ബോട്ടാണിക്കൽ ഗാർഡൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതാണ് മടത്തറ ജംഗ്ഷൻ. നമ്മുടെ ട്രിവാൻഡ്രം കൊല്ലം വേർതിരിക്കുന്ന ഒരു മലയോര ഹൈവേ ആണിത്. ചെങ്കോട്ട ട്രിവാൻഡ്രം റോഡും പാലപ്പള്ളി മടത്തറ റോഡും ഒന്നിക്കുന്ന സ്ഥലമാണിത്. ഫ്രണ്ട്സ്, വഴിയിൽ വെച്ച് നമ്മളെ എൻ്റെ അച്ചാച്ചനെ കൂട്ടിയായിരുന്നത്. അപ്പൊ ഒരു ഹായ് പറ. അപ്പൂരെ കൂടെ കിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് വല്യച്ഛൻ്റെ ഫാമിലിയുടെയും കൂടെയാണ്. അവരാണ് പോകുന്നത്. നമ്മൾ സാധാരണ ശാസ്ത്രനട പോകുന്നത് വേങ്കൊല്ല വഴിയാണ്. ഇപ്പോൾ ഇവിടെ റോഡ് പണി നടക്കുന്നത് കാരണം നമ്മൾ അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിലൂടെയാണ് പോകുന്നത്. അവിടെ പോട്ടോമാവ് ആദിവാസി കോളനി വഴിയാണ് നമ്മൾ ശാസ്ത്രനട പോകുന്നത്. ഫ്രണ്ട്സ്, ഇതുവഴി പോകാൻ നല്ല രസമാണ്. ഒരു തുള്ളി ചൂട് പോലും ഇല്ല. നമ്മളെ സിറ്റിയൊക്കെ ആണെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്ത ചൂടാണ്. ഇവിടെ നല്ല തണുപ്പാണ്, നല്ല അന്തരീക്ഷം. പിന്നെ ഇവിടെ ഇങ്ങനെ വയലൊക്കെ ഉണ്ട്. നല്ല കൃഷിയിടങ്ങളാണ് കൂടുതലും. നല്ല രസമാണ് പോകാൻ വേണ്ടി. ഫ്രണ്ട്സ്, നമ്മൾ പോകുന്ന ഇന്ന് റൈറ്റ് കാണുന്ന വഴിയിലാണ് ഞാൻ മുമ്പ് പറഞ്ഞ ആ വേങ്കൊല്ല വഴി വരുന്ന റോഡെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ റോഡ് പണിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതുവഴി വന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ക്യാമറയിൽ ആ വീഡിയോ കാണുന്ന കണക്കല്ല, യഥാർത്ഥത്തിൽ കാണാൻ നമുക്ക് അത്രയോളം ഇഷ്ടപ്പെടുന്ന ഭയങ്കര നല്ല സ്ഥലമാണ്. വലിയ സൈസുള്ള മരങ്ങളും ആ ഒരു മലയൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷെ നിന്നെടുക്കാൻ സമയമില്ല. രാത്രിയായ കാട്ടുപോത്തും ആനയൊക്കെ ഇറങ്ങുന്ന കാരണം നമുക്ക് നേരത്തെ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിന്നെടുക്കാൻ ഒരു സമയം കിട്ടിയില്ല. പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും നല്ല സ്ഥലം ഞാൻ കാണുന്നത്. നമ്മളെ ഫോറസ്റ്റ് ഏരിയ ഭയങ്കര രസമായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതിൽ കരിങ്കുറിഞ്ഞി പച്ച, അതായത് മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ സൂര്യ വെളിച്ചം ഒട്ടും തന്നെ എത്തൂല. ഏത് സമയത്ത് വന്നാലും ആ ഇരുട്ടായതുകൊണ്ട് തന്നെ ആ കാനകളെ കാണാൻ കഴിയും. നല്ലൊരു സ്പോട്ട് തന്നെയാണ് അത്. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ അമ്പലത്തിൻ്റെ കാണിക്ക് വെച്ചിരിക്കുന്ന സ്ഥലം. അവിടുന്ന് ആ ലെഫ്റ്റ് പോയാൽ നമുക്ക് അമ്പലം എത്താവുന്നതാണ്. നമ്മൾ ഈ വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അമ്പലം. പിന്നെ ഇതാണ് വീട്ടിലേക്ക് പോകുന്ന വഴി. നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കാണുന്ന ഭയങ്കര കാടാണ്. നമ്മൾ രണ്ടുപേരെയും വണ്ടി ഫുൾ സാധനങ്ങളാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പപ്പുവും കുഞ്ഞനും കൂടി കളിക്കുകയാണ്. പിന്നെ വൈകുന്നേരം നമ്മൾ കഴിക്കുക ഇടിയപ്പവും ചിക്കൻ കറിയാണ്. പൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമ്പ് ഫയർ കൂട്ടി. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ക്യാമ്പ് ഫയർ. പൊളിയായിരുന്നു. പക്ഷെ നമ്മൾ തീയിട്ടത് എത്തിക്കൂടിപ്പോൾ നല്ല ചൂടായിരുന്നു. പിന്നെ നമ്മൾ അതിൽ നല്ല കളിച്ചു, ഓടിക്കളിച്ചു. പപ്പുവിൻ്റെ പ്രത്യേക ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കല്ലെറിഞ്ഞ് കളിക്കും. അപ്പോൾ ആ ഒരു തീപ്പൊരിയൊക്കെ തന്നിട്ട് നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ കോഴി ചുട്ടെടുത്തു. കുബൂസും കോഴിയും മയോണൈസും ഒക്കെ ആയിട്ട്, സാലഡൊക്കെ ആയിട്ട്. പിന്നെ നേരം വെളുക്കുമ്പോൾ നീ എടുത്ത വിഷ്വലാണത്. നമ്മൾ വണ്ടിയിലാണ് കിടന്നുറങ്ങിയത്. നല്ല തണുപ്പായിരുന്നു.
രാവിലെ മലയെണ്ണാൻ വന്നായിരുന്നു, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. നല്ല രസമുണ്ടായിരുന്നു. രാവിലെ കിളിയൊക്കെ വിളിച്ച് നമ്മളെ നാട്ടിൻപുറം എന്താ പറയുക, കാടൊരു പ്രത്യേകതയല്ലേ ആ കിളിയൊക്കെ വിളിക്കുന്ന സൗണ്ട്. പിന്നെ നമ്മൾ അപ്പുറത്ത് കുറച്ച് സ്ഥലം പശുവൊക്കെ വളർത്തുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാൻ അങ്ങനത്തെ ഒരു പാലമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കയറാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അച്ഛനെ വലിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. പിന്നെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ട്രെയിന് പോലെയൊക്കെ പോയി കളിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ കാണുന്നതാണ് പൊന്മുടി. നല്ല ഭംഗിയാണ് അതൊക്കെ. ഇതാണ് പിന്നെ പശു വളർത്തുന്ന സ്ഥലം. ഇത് അവിടുത്തെ പശുക്കുട്ടിയാണ്. നല്ല ക്യൂട്ടാണ്. വെച്ചിട്ട് അടുത്ത് പോകാൻ പേടിയായിരുന്നു, ഇരിക്കുമെന്നൊരു പേടി. ഇതാണ് റബ്ബർ ഷീറ്റ് അടിക്കുന്ന സാധനം. ന്യൂജൻ പിള്ളേർക്കൊന്നും ഇത് അറിഞ്ഞൂടായിരിക്കും. ഇത് രണ്ടെണ്ണമാണ് വരുന്നത്. ഒന്ന് പ്ലെയിനും ഒന്ന് ടെക്സ്റ്ററും പറഞ്ഞതാണ്. ഫസ്റ്റ് നമ്മൾ ഈ തിക്കായിരിക്കുന്ന ഷീറ്റിന് ഇത്രയും കാണും. അതിന് നമ്മൾ പ്ലെയിനിലൂടെ കയറ്റി വിടുമ്പോൾ ജസ്റ്റ് തിന്നാവും, 2 പ്രശ്നം കയറ്റി വിടും കേട്ടോ. എന്നിട്ട് നമ്മൾ ടെക്സ്റ്ററിലൂടെ കയറ്റി വിടുമ്പോൾ അതിൽ ആ ഡിസൈൻ വരും, ഒരു ഹാഷ് പോലത്തെ ഡിസൈൻ വരും. ഇത് ചെയ്യുന്ന രസമാണ്. ഇതാണ് പുഹപ്പര. ഇവിടെ തീയിട്ടിട്ട് നമ്മൾ ആ അടിച്ച ഷീറ്റിനെ ഇവിടെ കൊണ്ടിടുമ്പോൾ അത് കറുത്ത കളറായി ഉണങ്ങി വരും. ഫ്രണ്ട്സ്, ഇതാണ് ജെണ്ട എന്ന് പറയുന്ന സാധനം. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കെട്ടിയതാണ്. ഫോറസ്റ്റ് ലാൻഡും കരഭൂമിയും വേർതിരിക്കുന്ന സാധനമാണ്. ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഫോറസ്റ്റിനും നമ്മുടെ വസ്തുവിനും ഇടയ്ക്കാണ്. നമ്മളിതുപോലെ കിടങ്ങ് 4 ചുറ്റിനും എടുത്തിട്ടുണ്ട്. കാരണം വല്ല വന്യജീവികളും വന്നാൽ കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ കിടങ്ങ് എല്ലായിടത്തും എടുത്തിട്ടുണ്ട്. ആ കാണുന്നതാണ് പൊന്മുടി. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊന്മുടി താഴ്വാരത്താണ്. അതിൻ്റെ അടുത്താണ് നമ്മുടെ വസ്തുവൊക്കെ വരുന്നത്. നല്ല രസമാണ്. ഫ്രണ്ട്സ്, ഉച്ചത്തേക്കുള്ള ആഹാരങ്ങൾ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വിചാരിച്ച് ഊഞ്ഞാൽ കളിക്കാൻ പോവാണ്. അങ്ങനെ എനിക്ക് തൊട്ടപ്പുറത്ത് നല്ല ഊഞ്ഞാലൊക്കെ നല്ല സ്ഥലമുണ്ട്. അങ്ങനെ പപ്പു പാടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്ന ഈ നടുക്ക് കുറച്ച് ഭാഗം മാത്രമേ നമ്മളതായിട്ടുള്ളൂ. ബാക്കി 4 ചുറ്റിനും ഫോറസ്റ്റാണ്. നല്ല രസമുള്ളതുകൊണ്ട് അവിടെ ഒരു മരം കണ്ട, വലിയ മരവും തേനീച്ച കൂടും മണ്ടയിൽ. ഭയങ്കര രസമാണ് അവിടെ കാണാൻ. ഇതെന്താ പൊന്മുടിയൊക്കെ സെറ്റായിട്ട് കാണാം. അവിടെ നമുക്ക് ആ വ്യൂ കാണിച്ചിടാം. സെറ്റായിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ കാണുന്ന കുറച്ച് സ്ഥലത്ത് റബ്ബറാണ്. പിന്നെ അന്നേരത്ത് പറഞ്ഞ പുഹപ്പര, അതാണ് അതിൻ്റെ അടുത്താണ് വീട്. ഈ സ്ഥലത്ത് ഈ വീട് ഒറ്റയ്ക്ക് തന്നെയാണ്. കുറച്ചപ്പുറത്ത് വീടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾ ചൂരൽ കഷായം കേട്ടിട്ടുണ്ട്. ഈ നിൽക്കുന്നതാണ് ചൂരൽ. ഇതിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു സാധനം ഇളക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ചൂരലായി കിട്ടുന്നത്. അത് നല്ല പെടായിരുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൂരലോ ചടിയിട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്കെന്തായാലും കിട്ടിയിട്ടില്ല. പണ്ടുള്ളവർ പറഞ്ഞ് പേടിപ്പിക്കും, ചൂരലിൻ്റെ അടി ഭയങ്കര വേദനയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ കാടാണ്. ഈ കാണുന്ന ഇലക്ട്രിക് കമ്പവേലികളാണ്. നമ്മൾ ആ ആനയൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് തന്നെ കെട്ടിയതാണ്. പക്ഷേ ആന തന്നെ ഇതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. അപ്പുറത്തുമുണ്ട്. രാവിലെ വെറുതെ ഇരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു കാട്ടിലേക്ക് ഒന്ന് പോകാൻ. അങ്ങനെ ഒരു മരത്തിൻ്റെ വള്ളി കിട്ടിയപ്പോൾ വടം വലിച്ചു. നമ്മളാണ് ജയിച്ചത്, അവരെ വിട്ടതെന്നാണ് ഒരു ഡൗട്ടുണ്ട്. ഫ്രണ്ട്സ്, ആ കാണുന്ന സ്ഥലമെല്ലാം പണ്ട് വാഴക്കൃഷി ചെയ്തിരുന്നതാണ്. ഈ മരം അവിടെ ഒരു ഏർമാടം ഉണ്ടായിരുന്നു. കാരണം ഈ വാഴക്കൃഷിയിൽ ആനയൊക്കെ വന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ് 5-6 പേർക്ക് അവിടെ ഇരിക്കാം. അച്ഛനും വലിയച്ഛനും ഇങ്ങനെയൊക്കെ അവരെ നോക്കിയിരിക്കും. ആനയൊക്കെ വരുന്നുണ്ട്. പണ്ടത്തെ കാലത്താണ്. അപ്പോൾ അതെ കൊണ്ടുപോയി നമ്മൾ കയറായിരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഏർമാടൊക്കെ ഉണ്ടാക്കിയിട്ട് കയറാം. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് പപ്പു പാറക്കല്ലിൽ അടിച്ചുണ്ടാക്കിയ സൗണ്ടാണ്. നമ്മളിതേ കാട്ടിൽ പോയപ്പോൾ കണ്ട മരമാണ്. ഇതേപോലത്തെ ഒരുപാട് മരമുണ്ട് ഇങ്ങനെ വേർതള്ളി നിൽക്കുന്നത്. ഭയങ്കര രസമാണ്. നമ്മളതിൽ കയറി ഫോട്ടോയും വീഡിയോയും എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ താഴ്ന്ന് വരെയാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്ന അവിടെ ഒരു വലിയ ആനക്കുഴിയുണ്ട്. അതായത് ആനേനെ കെണിയല്ല, അത് കുഴിയാണ്. അതിൽ ആന വരുമ്പോൾ വീഴും. പിന്നെ കണ്ടയിൽ വെച്ച് അവിടുത്തെ ഏറ്റവും വലിയ മരമാണിത്. നല്ല പൊക്കവും നല്ല വണ്ണം. ഈ നിൽക്കുന്ന മരം 3 ആൾ പിടിച്ച് കൈയിട്ട് കുറത്ത് പിടിച്ചാൽ പോലും എത്താൻ വയ്യാത്ത അത്രയും വണ്ണമുള്ള മരമാണിത്. പിന്നെ ഇതവിടെ ഒടിഞ്ഞു വീണ മരമാണ്. അതിൽ മൊത്തവും ഈ പായലൊക്കെ പിടിച്ചിട്ട് നല്ല രസമായിരുന്നു. പക്ഷെ പപ്പു അത് കയറി എല്ലാം ചവിട്ടി ഇളക്കിയിട്ട്. അങ്ങനെ ഞാനും കുഞ്ഞനും പപ്പുവും കൂടെ അതെല്ലാം തിരിച്ചു വയ്ക്കുകയാണ് നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് തിരുവനന്തപുരത്തെ ഏക അധ്യാപക വിദ്യാലയം.
പിന്നെ അതേ നേരത്തെ ഞാൻ ഊഞ്ഞാലാടാൻ പോയതാണ്. ഇത് എനിക്ക് ഊഞ്ഞാലാടാൻ ഭയങ്കര പേടിയാണ്. അതാണ് എന്നെ മാത്രം ഭയങ്കര സ്ലോയിലാട്ടുന്നത്. അപ്പൂന് ഊഞ്ഞാലാടാൻ പേടിയൊന്നുമില്ല. അവൻ ഭയങ്കരമായിട്ട് അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവനത്തെ കൂടെ സ്പീഡിലാട്ടാനാണ് പറഞ്ഞത്. ഞാൻ ഈ പോകുന്ന വഴിയുള്ള ഈ സ്ഥലത്ത് പണ്ടുള്ളവർ ആനയെ പിടിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ആകൃതിയിലൊരു കുഴി കുഴിച്ചിട്ടുണ്ട്. ആ കാണിക്കുന്ന സ്ഥലത്താണ്. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ആനയെ പിടിക്കാൻ വേണ്ടി പണ്ടുള്ളവർ പ്രത്യേക ആകൃതിയിലാണ് ഇത് കുഴി കുഴിച്ചേക്കുന്നത്. ഇത് നമ്മളെ കണ്ട അതിലേക്ക് നടന്നു പോയപ്പം ഒരുപാട് ഇതേപോലെ ബ്രാഞ്ചസ് അല്ല റൂട്ട്സ് മുകളിലോട്ട് വളർന്ന കുറേ ട്രീസിനെ കണ്ടു. ഭയങ്കരമായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് വെച്ചാൽ അവിടെ കാട്ടുകോഴി ഉണ്ടായിരുന്നു. അത് പറന്നു പോയി. എനിക്ക് കിട്ടിയില്ല വീഡിയോയിൽ. രാവിലെയും കാട്ടുകോഴി പോകുന്നതൊക്കെ കേട്ടായിരുന്നു. ഏതാണ് ആ ട്രീ. ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ മണ്ടയിലൊക്കെ ക്ലൈംബ് ചെയ്തു. നല്ല സ്ട്രോങ് ആണ് എൻ്റെ ഓരോ ഹെഡ്സും. നമുക്ക് എത്ര നല്ല വെയിറ്റും അതിൽ താങ്ങും. പിന്നെ ഇവിടെ ഒരു മരത്തിൻ്റെ ഒരു കേട് വന്ന് കണ്ടപ്പോൾ പപ്പൂനെല്ലാം ഇടയിൽ കയറ്റി ഫോട്ടോയൊക്കെ എടുത്ത് നിർത്തി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് മരത്തിൻ്റെ ഒരു വള്ളിയിൽ നിന്ന് താഴേക്ക് കിടന്നു. അങ്ങനെ നമ്മൾ അതിനെ വലിക്കാനൊക്കെ നോക്കി, പക്ഷേ കിട്ടിയില്ല. അത് നടന്നു വന്നപ്പോൾ ഇങ്ങനൊരു മരം ചാഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൽ കയറി നമ്മുടെ തോണിയൊക്കെ തുഴഞ്ഞ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അത്. നമ്മൾ നിൽക്കുന്ന എല്ലാം ആന പോകുന്ന സ്ഥിരം വഴികളാണ്. അതാണ് ആനയുടെ വേസ്റ്റൊക്കെ ഇവിടെ കിടക്കുന്നത്. ഇതാണ് അവിടുത്തെ ഏറ്റവും പൊക്കം കൂടിയ മരം. ഭയങ്കര രസമാണ്. ഭയങ്കര വണ്ണമാണ് ഇതിന്. ഇതിൻ്റെ അകത്തൊരു കുഴിയുണ്ട്. ഇതിൻ്റെ അകത്ത് നല്ലൊരു ഹോളുണ്ട്. നമുക്ക് ഒരുപാട് പേർക്ക് അതിൻ്റെ അകത്ത് കയറി നിൽക്കാം. കണ്ട ആ വലിയ മരത്തിലുള്ള തേനീച്ചക്കൂടാണ്. 2 അല്ല, ഒരുപാട് തേനീച്ചക്കൂടുണ്ട്. ഇതാണ് ചൂരലിൻ്റെ പിന്നെ ഇത് കാവൽക്കാർക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഷെഡാണ്. പിന്നെ കുഞ്ഞൻ ഊഞ്ഞാലാടുന്നുണ്ട്. കണ്ട അവരൊക്കെ ഭയങ്കര സ്പീഡിലാണ് ആടുന്നത്. ഒരു വെടിയില്ല. ഫ്രണ്ട്സ്, ഇതൊരു വേറൊരു ടീം കിട്ടിയതാണ്. ഒരു കൂടാരം പോലെ നമുക്ക് വൈകുന്നേരമൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണ്. പിന്നെ അവിടെ കണ്ടൊരു വെറൈറ്റി മരമാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്നതാണ് ഈ സ്ഥലം. അവിടെ തൊട്ട് ലാസ്റ്റ് ആ ഷെഡിൻ്റെ അവിടെ വരെ നമുക്കുള്ള പ്ലേസാണ്, വസ്തുവാണ്. ഇതാണ് ഈ വീട്. ഇവിടെ 1 BHK ഫെസിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ അടുത്ത് മൊത്തം കാടാണ്. കാടിൻ്റെ അകത്ത് വീട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് ക്യാമ്പിങ്ങിൽ വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. 8 ബെഡ്റൂമുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ കുറച്ച് സ്ഥലത്തെ പോയോളൂ, ഇനി കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട്. ഇവിടെ അമ്പലമൊക്കെ ഉണ്ട്, നിറയെ കാടും, ഭയങ്കര രസമാണ്. ഇവിടെ ഒട്ടും ചൂടില്ല, നല്ല തണുപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. ഇത് വൈകുന്നേരം ആയപ്പോൾ അവിടെ കുരങ്ങൻ വന്നതാണ്. ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ അതിനെ വരട്ടേക്ക് ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ്, 2 ദിവസത്തെ വനവാസത്തിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സിറ്റിയിൽ നിന്നൊക്കെ മാറി ഇന്ന് നല്ല ശുദ്ധമായി ശ്വസിച്ച ദിവസങ്ങളാണ്. പിന്നെ പൊളി വൈബായിരുന്നു. പിന്നെ നിങ്ങൾക്കും വരാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ക്യാമ്പിങ് ചെയ്യാൻ പറ്റിയ പൊളി സ്ഥലമാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ കൂടെ എനേബിൾ ചെയ്ത് നമ്മളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ കപ്പയിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ. ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കൊടുത്ത അമ്പലത്തിൽ കൂടെ പോകാമെന്ന്.
ഒരു മുക്കി കാണുന്നതാണ് അവിടുത്തെ അമ്പലം. അതിൻ്റെ മുകളിലോട്ടും ഉണ്ട് അതിൻ്റെ ബാക്കി. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ആനകൾ സ്ഥിരം വരുന്ന സ്ഥലം എല്ലാം നശിപ്പിച്ചിട്ട് പോകും. പക്ഷേ അമ്പലത്തിലെയും കാണിക്കയിലും ഒരു തുള്ളി സാധനം പോലും ആന എടുക്കുകയോ മറിച്ചിടുകയോ ചെയ്തിട്ടില്ല. എന്തായാലും അവിടുത്തെ ഒരു അത്ഭുതം തന്നെയാണ്. ബാക്കിയെല്ലാം അതിൻ്റെ പരിസരത്തുള്ള എല്ലാം ആന തകർത്തിട്ടേ പോകാറുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു, നമ്മൾ തിരിച്ച് പോവുകയാണ്. നമ്മൾ വന്നതിനേക്കാളും നല്ലോണം മലയൊക്കെ കാണാൻ പറ്റി നമ്മൾ പോയ സമയത്താണ്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു. നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വന്നപ്പം തിരക്ക് കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പോയപ്പോൾ മഴ കാരണം എനിക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇടുങ്ങിയ വഴിയാണ്, കുറച്ച് നേരം നമ്മളവിടെ നിൽക്കേണ്ടതുണ്ട്. 2 വണ്ടി ഇങ്ങോട്ടും വന്ന് അങ്ങോട്ടും പോവാണ്. പിന്നെ ദേ നമ്മൾ വയലിൻ്റെ അവിടെ എത്തി. ഫ്രണ്ട്സ്, ഇതാണ് മുള വെച്ചൊരു വീടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രസമുണ്ടത്. അങ്ങനെ ദേ നമ്മൾ അവസാനം എക്സിറ്റിലേക്ക് ഇറങ്ങി.